ശശാങ്കതാരകങ്ങളും പകലുമർക്കബിംബവും നിറഞ്ഞ മേഘജാലവും മൃഗകദംബ പക്ഷി വൃക്ഷ പുഷ്പശലഭവൃന്ദവും മികവിൽ നിന്റെ വൈഭവങ്ങൾ വാഴ്ത്തിടുന്നു ദൈവമേ. ഗഗനമെന്തൊരത്ഭുതം, സമുദ്രമെന്തൊരത്ഭുതം, നിഖില ജീവജാല ജീവനെന്നതെന്തൊരത്ഭുതം. സകലതും രചിച്ചതോർക്കിലകിലനാഥനായ നീ, സകല ശക്ത നിൻ പദം നമിച്ചിടുന്നു ഞാൻ വിഭോ. ധീരനിൽ കൃപാരസം കലർന്നലിഞ്ഞിടേണമിൻ മാനസം ഭവാനതിനു കരുണ ചെയ്ത സന്തതം. ഊനമത്ത ചിത്തശുദ്ധി കൃത്യനിഷ്ഠ ശക്തിയും ഞാനിടച്ചിതായ്വതിഞ്ഞ നീ കടാക്ഷമേകണി. ജഗദീശരാത്രിയും ശശാങ്കതാരകങ്ങളും പകലുമർക്കബിംബവും നിറഞ്ഞ മേഘജാലവും മൃഗകദംബ പക്ഷി വൃക്ഷ പുഷ്പശലഭവൃന്ദവും മികവിൽ നിന്റെ വൈഭവങ്ങൾ വാഴ്ത്തിടുന്നു ദൈവമേ. മികവിൽ നിന്റെ വൈഭവങ്ങൾ വാഴ്ത്തിടുന്നു ദൈവമേ. ഈ പ്രാർത്ഥനാരൂപയിൽ നമുക്കെന്നും ആയിരിക്കാം. ഈ മാസം മരിച്ചവരുടെ മാസമായതിനാൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും മരിച്ചു പോയവരെ അനുസ്മരിക്കുന്നതിന് വേണ്ടി നമുക്കൊരു നിമിഷം മൗനം ആചരിച്ച് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹ ബഹുമാന്യായ ആൻസനച്ച സിസ്റ്റർ സിറിൽ നമ്മുടെ മഠത്തിലെ മദർ സുപ്പീരിയറാണ്. സെൻട്രൽ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ബാസ്റ്റിൻ ഡൊമിനിക്, സജാത്ത് ഭാരവാഹി സജാത്ത്, നമ്മുടെ യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റ് ആനി ചേച്ചി, കൺവീനർ KK മാട്ടി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഒരു സെൻറ്റ് ജോസഫ് യൂണിറ്റിനെ സംബന്ധിച്ച ഒരു ഉത്സവ പ്രതീതിയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 43ാമത്തെ വാർഷികം വളരെ ഭംഗിയായിട്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹ പൂമഴ പോലെ ആ കുർബാനയുടെ മധ്യേ നമുക്കൊരു മഴ പെയ്ത് വളരെ അനുഗ്രഹവും ചേർന്ന നിമിഷമാണ്. ഞാൻ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഓർഗനൈസർ സാബുച്ചേട്ടൻ വന്നിട്ടുണ്ട്. സാബുച്ചേട്ടൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്നിൽ അർപ്പിച്ച കർത്തവ്യത്തിലേക്ക് എടുക്കുകയാണ്. നമ്മുടെ വാർഷിക ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ വികാരിച്ചനാണ്. പക്ഷേ വികാരിച്ചൻ കിഴക്കപ്പള്ളിയിൽ കുർബാന ചൊല്ലിയിരിക്കുകയാണ്. അല്പസമയത്തിന് വരും എന്ന് പ്രതീക്ഷിക്കാം. അല്ല, നമ്മുടെ കുർബാന വളരെയേറെ ആക്റ്റീവായും ആത്മീയപരമായിട്ടും നമുക്ക് കുർബാന അർപ്പിച്ച് നമ്മുടെ ആൻസനച്ചനോട് ഇരിപ്പുണ്ട്. ആൻസനച്ചനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസ പറയാൻ വന്നിരിക്കുന്ന നമ്മുടെ ബാസ്റ്റിൻ, സെൻട്രൽ കമ്മിറ്റിയുടെ വൈസ് ചെയർമാന് ബാസ്റ്റിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെൻട്രൽ കമ്മിറ്റി ഭാരവാഹി സജാത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓർഗനൈസർ സാബു വടക്കഞ്ചേരി, സാബുച്ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സിസ്റ്ററുടെ ഇരിപ്പുണ്ട്. സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു. അതായത് സ്നേഹസനിലെ മദർ സുപ്പീരിയറാണ് നമ്മുടെ പ്രസിഡന്റ് ആനി ചേച്ചി. ശരിക്കും ആദ്യം പറയേണ്ട ഒരു പേരാണ് ആനി ചേച്ചിയുടെ. ഔപചാരികതയുടെ പേരിൽ ആനി ചേച്ചിനെ സ്വാഗതം ചെയ്യുന്നു. ശരിക്കും നമ്മുടെ യൂണിറ്റ് ഒരു മാസമായിട്ട് ഇവിടെ ഭയങ്കര ഒരു ഉത്സവമായിരുന്നു. ഈ ഗ്രൗണ്ടൊക്കെ ശരിയാക്കിയത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആൾക്കാരും വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ട് ഭയങ്കര റിഹേഴ്സലുകളും ഭയങ്കര ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാ അംഗങ്ങളെയും ഈ വേദിയിലേക്കും സദസ്സിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സെൻറ്റ് ജോസഫ് ഫാമിലി യൂണിറ്റിലെ ഏഞ്ചൽസ് ക്ലബിൻ്റെ നവംബർ 2022 മുതൽ നവംബർ 2024 വരെയുള്ള പ്രവർത്തനങ്ങളുടെ വാർഷിക റിപ്പോർട്ട്. ബഹുമാനപ്പെട്ട അച്ഛ, സിസ്റ്റേഴ്സ്, സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കുടുംബ യൂണിറ്റ് അംഗങ്ങളെ, വിശ്വാസ ജീവിതത്തിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും ഈശോയോട് ചേർന്ന് ജീവിക്കുവാനും ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് കലാകായിക രംഗങ്ങളിൽ വളരുവാനും LKG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കായി രൂപം കൊണ്ട പ്രാർത്ഥനാ കൂട്ടായ്മയാണ് ഏഞ്ചൽസ് ക്ലബ്.
ഓരോ മാസവും ആനിമേറ്റർ സിസ്റ്റേഴ്സിൻ്റെയും ഏഞ്ചൽസ് ക്ലബ് കോർഡിനേറ്ററുടെയും നേതൃത്വത്തിൽ വൈകിട്ട് 5:30 മുതൽ 6:30 വരെ ഏഞ്ചൽസ് ക്ലബിൻ്റെ കാര്യപരിപാടികൾ നടത്തപ്പെടുന്നു. ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന മീറ്റിംഗിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളവർ വചനവായനയും വചനവിചിന്തനവും നടത്തുന്നു. തുടർന്ന് കുട്ടികളിലെ കലാനൈപുണ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും വളർത്തിയെടുക്കുവാനും കലാപരിപാടികൾ നടത്തും. കുട്ടികളിലെ സ്വർഗാത്മീയ കഴിവുകൾ വളർത്തുന്നതിനായി ഏഞ്ചൽസ് ക്ലബ് കോർഡിനേറ്ററും ആനിമേറ്റർ സഹായത്തോടെ പള്ളിയിൽ നിന്നും നൽകിയിരിക്കുന്ന പ്രവർത്തന സഹായ അധിഷ്ഠിതമായ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുന്നു. 2022-24 കാലയളവിൽ സെൻറ് ജോസഫ് ഏഞ്ചൽസ് ക്ലബിന് ബസിലിക്കയിൽ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ സഹകരിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. 2023 നവംബർ 2-ാം തീയതി ശ്രീടശ്ശേരി പൗലോസിന്റെ ഭവനത്തിൽ വെച്ച് നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് സാൻഡ്രിൻ ജോൺസൺ, വൈസ് പ്രസിഡന്റ് ബിയാട്രിസ് ബിനു, സെക്രട്ടറി ക്രിസ്ലിൻ മേരി നെൽസൺ, ജോയിന്റ് സെക്രട്ടറി മേബൽ മനോജ്, ഓർഗനൈസേഴ്സ് അനോൺ മാർട്ടിൻ, സാൻഡ്രിയ ജോൺസൺ. യൂണിറ്റിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏഞ്ചൽസ് ക്ലബിന്റെ സജീവ സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ടാകാറുണ്ട്. 2023 ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഒരുക്കമായി ഏഞ്ചൽസ് ക്ലബിലെ കുട്ടികൾ യൂണിറ്റിലെ പ്രായമായവരെ സന്ദർശിക്കുകയും അവർക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ജൂലൈ മാസത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈ നടുകയും കുട്ടികളുടെ നേതൃത്വത്തിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുകയും ചെയ്തു. പച്ചക്കറിത്തോട്ടത്തിലെ ആദ്യത്തെ വിത്ത് സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ശ്രീ ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ നട്ട് ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ലീഹായെ സ്മരിച്ചുകൊണ്ട് ജൂലൈ മാസത്തിലെ പ്രാർത്ഥനാ യോഗത്തിൽ സെൻറ് തോമസ് ഡേ ആചരിച്ചു. മേബൽ മനോജ് വിശുദ്ധ തോമസ് ലീഹായുടെ വേഷം ധരിച്ച് കുട്ടികളെല്ലാവരും ചേർന്ന് വിശ്വാസ പ്രഘോഷണ റാലി നടത്തി. 16 ജൂലൈ 2024 ഏഞ്ചൽസ് ക്ലബ് കുട്ടികളുടെ നേതൃത്വത്തിൽ മൂക്കന്നൂർ ഉള്ള സെൻറ് പീറ്റേഴ്സ് ബാലഭവൻ സന്ദർശിക്കുകയും യൂണിറ്റിലെ വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത വസ്ത്രങ്ങളും പുതിയ ബെഡ്ഷീറ്റുകളും ഭക്ഷണ സാധനങ്ങളും അവർക്ക് കൈമാറി. കുട്ടികളുമായി കുറച്ച് സമയം ചിലവഴിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് മാസത്തിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളും സംയുക്തമായി ആഘോഷിച്ചു. ഒക്ടോബർ മാസത്തിൽ മാതാവിനോടുള്ള ഭക്തി സൂചകമായി ഏഞ്ചൽസ് ക്ലബ് അംഗങ്ങൾ മനോഹരമായി ജപമാല നിർമ്മിച്ചു കൊണ്ടുവന്നു. അന്നേ ദിവസം ഇവാനിയ സോണി മാതാവായും വേഷം ധരിച്ചു. സെപ്റ്റംബർ മാസത്തിലെ കുടുംബ യൂണിറ്റിന് ഏഞ്ചൽസ് ക്ലബ് അംഗങ്ങളായ നേതൃത്വം നൽകിയത് ഏഞ്ചൽസ് ക്ലബ് വൈസ് പ്രസിഡന്റ് ബിയാട്രിസ് ബിനുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന മീറ്റിംഗിൽ പ്രാർത്ഥന, ചർച്ച, കലാപരിപാടികൾ എന്നിവയ്ക്ക് ഏഞ്ചൽസ് ക്ലബ് അംഗങ്ങൾ നേതൃത്വം നൽകി. ക്രിസ്മസ് കരോൾ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പ് പ്രദക്ഷിണം, ജപമാല ആചരണം, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ, സ്വാതന്ത്ര്യ ദിനാഘോഷം, വാർഷിക ധ്യാനം, യൂണിറ്റിലെ കലാകായിക മത്സരങ്ങൾ തുടങ്ങിയ എല്ലാ പരിപാടികൾക്കും ഏഞ്ചൽസ് ക്ലബ് അംഗങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. 2024 +2 പരീക്ഷയ്ക്ക് ഫുൾ A+ നേടിയ ജോ കുര്യാക്കോസിനും 10ാം ക്ലാസ്സിലെ ഫുൾ A+ഉം കാറ്റഗിസത്തിന് A ഗ്രേഡ് കരസ്ഥമാക്കിയ മരിയ മാർട്ടിനും ICSEയിൽ 93% മാർക്ക് നേടിയ ജെയ്ത ആൻ്റണി പൈനാടത്തിനും ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയ എഡ്രിയൽ ബിനോയ്ക്കും 2023-24 മതബോധന അധ്യയന വർഷത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ പോയി ഫുൾ അറ്റൻഡൻസ് നേടിയ നമ്മുടെ ഏഞ്ചൽസ് ക്ലബ് അംഗങ്ങളായ സാൻഡ്രിൻ ജോൺസൺ, സാൻഡ്രിയ ജോൺസൺ, മീബൽ മനോജ്, റെയ്ബൽ മനോജ്, ജുവൽ ജോജോ, ജസ്മിൻ ജോജോ, ഏഞ്ചലിൻ ജിമ്മി, ആൽബർട്ട് ജിമ്മി, മാക്സ്മിൻ ലിജിൻ, മെലാനി ലിജിൻ എന്നിവർക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊള്ളുന്നു. സെൻറ് ജോസഫ് ഏഞ്ചൽസ് ക്ലബിൻ്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് എല്ലാ സഹായ സഹകരണങ്ങളും നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി വരുന്ന വൈദികർക്കും ആനിമേറ്റർ സിസ്റ്റേഴ്സിനും സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾക്കും യൂണിറ്റ് ഭാരവാഹികൾക്കും ഏഞ്ചൽസ് ക്ലബ് കോർഡിനേറ്റർ റെജി ജോസഫിനും സെൻറ് ജോസഫ് ഏഞ്ചൽസ് ക്ലബിൻ്റെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് എല്ലാവരുടെയും അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. 43ാം വാർഷിക റിപ്പോർട്ട്. വിശ്വാസത്തിൻ്റെ ജീവിത സാക്ഷ്യവും സാഹോദര്യത്തിൻ്റെ കൂട്ടായ്മയും ആധുനികതയുടെ അതിപ്രസരത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ അനുസൂതം വളർത്തിയെടുക്കുവാനായി പരിശ്രമിക്കുന്ന സെയിൻറ്റ് ജോസഫ് ഫാമിലി യൂണിറ്റിൻ്റെ 2022 നവംബർ മുതൽ 2024 നവംബർ കാലയളവിലെ വാർഷിക റിപ്പോർട്ട്. ഏറ്റവും ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷ യൂണിറ്റ് പ്രസിഡന്റ് ആനി ചേച്ചി, അസിസ്റ്റന്റ് വികാരി ആൻസനച്ച, സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ബാസ്റ്റിനേട്ട, മദർ സ്നേഹസദൻ മദർ കോൺവെൻറ്റിലെ മദർ സിസ്റ്റർ സിറിൽ, സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ സജാദ് വർഗീസ്, സാബു വടക്കഞ്ചേരി, വാർഷിക കമ്മിറ്റി കൺവീനർ മാർട്ടിൻ ചേട്ട,
ഏറ്റവും ബഹുമാനപ്പെട്ട യൂണിറ്റ് ഭാരവാഹികളെ, മറ്റ് യൂണിറ്റ് അംഗങ്ങളെ, നാട്ടുകാരെ, ഭാരതസഭയുടെ ചരിത്രപഥത്തിൽ നിർണായകമായ നാഴികക്കല്ലുകൾ തീർത്ത അങ്കമാലി മഹാ ഇടവകയിൽ 1981 രൂപം കൊണ്ട പ്രാർത്ഥനാ കൂട്ടായ്മയാണ് സെൻറ് ജോസഫ് ഫാമിലി യൂണിറ്റ്. പിന്നിട്ട് 43 വർഷങ്ങളിലൂടെ അങ്കമാലി ഇടവകയ്ക്കും ആയിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിനും ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനും ഒരു സമൂഹത്തെ സംഭാവന ചെയ്യുവാനും കുടുംബങ്ങളിൽ ആത്മീയ ശാക്തീകരണം നേടുവാനും യൂണിറ്റിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലൂടെ സാധ്യമായിട്ടുണ്ട്. 47 കുടുംബങ്ങളുള്ള സെൻറ് ജോസഫ് ഫാമിലി യൂണിറ്റിൻ്റെ 2023-25 പ്രവർത്തന വർഷത്തിലെ ഭാരവാഹികളെ 2023 സെപ്റ്റംബർ 6 ശ്രീ ചെമ്പിശ്ശേരി സെബാസ്റ്റ്യൻ്റെ ഭവനത്തിൽ വെച്ച് തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് ശ്രീമതി ആനി വർഗീസ്, വൈസ് പ്രസിഡന്റ് ശ്രീ CR മാർട്ടിൻ, സെക്രട്ടറി ശ്രീമതി ഏഞ്ചൽ ലിജോ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ജിനി നെൽസൺ, ട്രഷറർ ശ്രീ ആന്റണി പൈനാട്, ഓർഗനൈസർ ശ്രീ സേവ്യർ മഞ്ഞളി, ശ്രീമതി റെജി ജോസഫ്, യൂത്ത് കോർഡിനേറ്റർ മിസ് ആഷ്ന ഷിബു, ഫാമിലി അപ്പസ്തോലിക് ആനിമേറ്റർ ശ്രീ ജോജോ എഡി. യൂണിറ്റ് പ്രാർത്ഥനാ യോഗങ്ങൾ. യൂണിറ്റിലെ പ്രതിമാസ യോഗങ്ങൾ സെൻട്രൽ കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് എല്ലാ മാസവും ആദ്യത്തെ ബുധനാഴ്ച വൈകിട്ട് 6:30 മുതൽ 8 മണി വരെ ബഹുമാനപ്പെട്ട വൈദികരുടെയും ആനിമേറ്റർ സിസ്റ്റേഴ്സിൻ്റെയും സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളുടെയും യൂണിറ്റ് ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ നടത്തിവരുന്നു. നമ്മുടെ വികാരിയച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ കൈയടിച്ച് വികാരിയച്ഛനെ നമ്മുടെ യൂണിറ്റ് വാർഷിക പൊതുയോഗത്തിലേക്ക് ഹർദവമായി സ്വാഗതം ചെയ്യാം. ഗാനത്തോടെ ആരംഭിക്കുന്ന മീറ്റിംഗിൽ കരുണക്കൊന്തയുടെ ഒരു രഹസ്യത്തിന് ശേഷം വചനാധിഷ്ഠിത ജീവിതത്തിന് പ്രേരണയും പ്രചോദനവും നൽകുന്ന വചനവായനയും വചനവിചിന്തനവും ദൈവകൃപയുടെ നിറവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയും യാചനാ പ്രാർത്ഥനകൾക്കും ശേഷം യൂണിറ്റ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ പൊതുയോഗം ആരംഭിക്കും. വചനാധിഷ്ഠിതമായി നിശ്ചയിക്കപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ച, ജന്മദിനം, വാർഷികാഘോഷ അനുമോദനങ്ങൾ, അനുശോചനം, ബൈബിൾ ക്വിസ്, സങ്കീർത്തനം, വിശുദ്ധരെ പരിചയപ്പെടുത്തൽ, വിവിധ കലാപരിപാടികൾ എന്നിവ പ്രതിമാസ യോഗത്തിലെ പതിവ് കാഴ്ചകളാണ്. ഈ റിപ്പോർട്ട് കാലയളവിൽ 22 പ്രതിമാസ പ്രാർത്ഥനാ യോഗങ്ങളും അനുബന്ധ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകളും നടത്തപ്പെട്ടു. വിശ്വാസ ജീവിതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ കുഞ്ഞു മനസ്സുകളിൽ പാകുന്ന ഏഞ്ചൽസ് ക്ലബ് യോഗങ്ങൾ സെൻട്രൽ കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഏഞ്ചൽസ് ക്ലബ് കോർഡിനേറ്റർ ശ്രീമതി റെജി ജോസഫിൻ്റെയും ആനിമേറ്റർ സിസ്റ്റേഴ്സിൻ്റെയും പിന്തുണയോടെ പ്രാർത്ഥനാ യോഗത്തിന് മുൻപായി 5:30 മുതൽ 6:30 വരെ പ്രസ്തുത ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. പ്രവർത്തനങ്ങൾ. സെൻറ് ജോസഫ് ഫാമിലി യൂണിറ്റിൻ്റെ 42ാം വാർഷികം ശ്രീ CR മാർട്ടിൻ്റെ ഭവനത്തിൽ വെച്ച് ആഘോഷപൂർവ്വം കൊണ്ടാടി. ഗ്രേസ്ഫുൾ വിസിറ്റ്സിൻ്റെ ഭാഗമായി എല്ലാ മാസവും അനാഥ മന്ദിരങ്ങളോ വൃദ്ധസദനങ്ങളോ സന്ദർശിച്ച് യൂണിറ്റ് അംഗങ്ങൾ അവർക്ക് ഭക്ഷണം നൽകി വരുന്നു. വലിയ നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് 7 മണിക്ക് യൂണിറ്റിൽ കുരിശിൻ്റെ വഴി നടത്താറുണ്ട്. പെസഹ വ്യാഴാഴ്ച ആഘോഷമായ കുരിശിൻ്റെ വഴിയും അപ്പമുറിക്കൽ ശുശ്രൂഷയും ആചരിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട റെക്ടർ ആൻഡ് വികാർ റവറൻഡ് ഫാദർ ലൂക്കോസ് കുന്നത്തൂരച്ചനെ ഈ വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. മാർട്ടിൻ ചേട്ടൻ. നമ്മുടെ വാർഷികങ്ങളുടെ ഒരു വലിയ ജൈത്രയാത്ര നടന്നു വരികയാണ്. ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഈ വാർഷിക സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അനുമോദിക്കാൻ തോന്നുന്നത് ഈ വാർഷിക സമ്മേളനം ഏറ്റെടുത്ത് നടത്തുവാൻ ദൈവം പ്രത്യേകിച്ച് അനുവദിച്ച, ദൈവം വിളിച്ച ഈ ജോസഫിനെയും റെജിയെയും കുടുംബത്തെയാണ്. ഒരു കുടുംബത്തിലൊരു കുർബാന കിട്ടുക എന്നുള്ളതിൻ്റെ മാഹാത്മ്യം അത് കിട്ടാതെ വരുമ്പോഴുണ്ടാകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇന്നലെ നമ്മുടെ ഇടവകയിലെ ബെന്നിയച്ചന് വന്നിട്ടുണ്ടായിരുന്നു. തെറ്റേൽ ബെന്നിയച്ചൻ, അങ്ങാടിക്കടവ്. അച്ഛൻ്റെ അമ്മയ്ക്ക് 100 വയസ്സ് തികയാണ്.
അച്ഛന് അതിൻ്റേതൊരു വലിയ താല്പര്യമായിട്ട് പറഞ്ഞു, അച്ഛാ കുടുംബത്തിലൊരു കുർബാന ചൊല്ലിക്കോട്ടെ. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും നിവർത്തിയില്ലല്ലോ. അങ്ങനെ കുർബാന ചെല്ലണമെന്നുണ്ടെങ്കിൽ രോഗിയുടെ ഏറ്റവും അടുത്ത അത്യാസനയിൽ നിന്നുള്ള രോഗിയുടെ ഏറ്റവും അടുത്ത ബന്ധുവായ അച്ഛൻ ഒരപേക്ഷ അരമനയ്ക്ക് വെക്കണം. അത് വികാരി റെക്കമെൻഡ് ചെയ്യും. അതിനകത്ത് കിട്ടുന്ന മറുപടി രോഗിയും ബൈസ്റ്റാൻഡറും ചൊല്ലുന്ന അച്ഛനുമാണ് കുർബാനയിൽ പങ്കെടുക്കേണ്ടത്. അതൊരാഘോഷമായിട്ട് 100-ാം വയസ്സിൻ്റെ ഒരു വലിയ സമ്മേളനമായിട്ട് നടത്താനായിട്ട് അരമനയിൽ നിന്ന് അനുവാദമില്ല. ചിലപ്പോൾ അങ്ങനെ നടത്തിപ്പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് ഇത് ഒരു ചെല്ലും ചിലവും കൂടാതെ കുടുംബ യൂണിറ്റിൻ്റെ വാർഷികത്തിൻ്റെ ബാനറിൽ ജോസഫ് ഒരു വലിയ അംഗീകാരം അല്ലെങ്കിൽ വലിയൊരു അവസരം പിടിച്ചു പറ്റിയിരിക്കുകയാണ്. കുടുംബത്തിലൊരു കുർബാന ചെല്ലുവാൻ സാധിക്കുക, അതിലൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ പരമോന്നതമായ ആരാധനയായ പരിശുദ്ധ കുർബാനയിലൂടെ കുടുംബത്തെയും ഈ പ്രാദേശിക സമൂഹത്തെയും ഒക്കെ സമർപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഇതൊരു അവിസ്മരണീയ ദിവസമാണ്. നിങ്ങളെ പ്രത്യേകിച്ച് ജോസഫിനെയും റിജിയെയും കുടുംബത്തെയും അഭിനന്ദിക്കുകയാണ്. ദൈവം ധാരാളമായ അനുഗ്രഹം നിങ്ങളിലും ഈ പ്രദേശത്തും വർഷിക്കട്ടെ. ഇന്നത്തെ ദിവ്യബലിയുടെ ഓർമ്മ നിങ്ങളെ എന്നും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കറിയാം, കുടുംബ യൂണിറ്റുകളിലേക്ക് കടന്നു വരുമ്പോൾ ഇതൊരു വലിയ ആഘോഷത്തിൻ്റെ നിമിഷമാണ്. എനിക്ക് തോന്നുന്നത് തലപ്പള്ളി ഇക്കാര്യത്തിൽ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. നമ്മുടെ കുടുംബ യൂണിറ്റ് വാർഷികങ്ങൾ, കൊന്ത സമാപന പരിപാടികൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ ചെറിയ സമ്മേളനങ്ങളുടെ ആഘോഷവും അതിനകത്തെ സ്നേഹവിരുന്നും കൂട്ടായ്മയൊക്കെ കാണുമ്പോൾ ഇത് ഈ 54 യൂണിറ്റും കൂടെ ഒന്നിച്ച് ചേർന്നിരുന്നെങ്കിലെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ബാസ്റ്റിനോ സെൻട്രൽ കമ്മിറ്റിക്കോ അത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അത് പറ്റേണ്ടതാണ്. ചിലപ്പോൾ ഇത്രയും വലിയ ഇടവകയാവുമ്പോൾ അതിനെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയാൽ എന്ത് സംഭവിക്കുന്ന ഒരു ഭയവും കൊണ്ടായിരിക്കാം ബാസ്റ്റിനെ അതിനെ എതിരാത്തത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബ യൂണിറ്റുകളുടെ പ്രസക്തി അതാണ് ഞാനിവിടെ ചിന്തിക്കാനിട വരും. നമുക്കറിയാം, പഴയ കാലഘട്ടത്തിൽ കൂട്ടുകുടുംബങ്ങളുണ്ടായിരുന്നു. ആ കൂട്ടുകുടുംബങ്ങളിൽ ആ കുടുംബത്തിൽ തന്നെ ഓരോ കുടുംബത്തിലും 10, 12, 14 മക്കൾ. കൂട്ടുകുടുംബത്തിലേക്ക് വരുമ്പോൾ ഒരു കോമൺ ഹെഡ് അല്ലെങ്കിൽ ഒരു കാരണവരുടെ കീഴിൽ പല കുടുംബങ്ങൾ, പല തായ് വഴികളിലുള്ള മക്കളെല്ലാവരും കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ ഒരു പ്രത്യേക ശ്രദ്ധയും പരിപാലനയും കരുതലും കരുണയും ഒക്കെ ഉണ്ടായിരുന്നു. പ്രോത്സാഹിപ്പിക്കുക, വേണ്ട വിധത്തിൽ നന്മയിലേക്ക് വളർത്താനായിട്ട് എല്ലാവരും ഒരു മനസ്സോടെ നിലകൊള്ളുക, അങ്ങനെ ഒരു സ്നേഹ സമൂഹമായിട്ട് കൂട്ടുകുടുംബങ്ങൾ മുന്നോട്ട് പോയിരുന്നു. അവിടെ ഒരു ആഘോഷമുണ്ടായാൽ എല്ലാവരും ഒന്നുചേർന്ന്, ഇന്നിപ്പോൾ പല പള്ളികളിലും ചാത്തം നടക്കുകയാണ്. കൂട്ടുകുടുംബങ്ങളുടെ അഭാവം അത് ഇടവക ചാത്തമായിട്ട് മാറി. ഇന്ന് എനിക്ക് തോന്നുന്നു മൂഴിക്കുളം ഫൊറോനയിലെ എല്ലാ പള്ളികളിലും അതുപോലെ തന്നെ നമ്മുടെ കറുകുറ്റി പള്ളിയിലും ഇങ്ങനെ പല പ്രദേശങ്ങളിലും ഇന്ന് ചാത്തം നടക്കുന്നു. ഈ ചാത്തമെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് എത്രമാത്രം കൂട്ടായ്മയും ഐക്യവും മനുഷ്യ ജീവിതത്തിൽ ആവശ്യമാണ്. അതിനെ ഊട്ടിയുറപ്പിക്കുവാൻ ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചാലും അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ സഹായകമാകുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ഒരു മരണമുണ്ടാകുമ്പോൾ, ഒരാഘോഷമുണ്ടാകുമ്പോൾ എല്ലാവരുടെയും ആ കരുതലും കൂട്ടായ്മ. ഇന്നിപ്പോൾ യൂണിറ്റ് തലത്തിൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ കുടുംബങ്ങളിൽ ചേർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലെങ്കിൽ കുടുംബ യൂണിറ്റുകാരെല്ലാവരും പങ്കുചേർന്ന് മൃതസംസ്കാരം നടത്താറുണ്ട്. ആഘോഷങ്ങൾ മിക്കവാറും യൂണിറ്റിനെ മാറ്റി നിർത്താതെ കൊണ്ട് നമ്മൾ ക്ഷണിച്ച എല്ലാവരെയും ആദരിക്കാറുണ്ട്. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു തുറന്ന ഹൃദയവും ഒരു കൂട്ടായ്മയുടെ മനസ്സും ഒരു ഐക്യത്തിൻ്റെ ജീവിത ശൈലിയും നമ്മളിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, ഞാനത് ശരിക്കും അനുഭവിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ, കൊരട്ടിയിൽ വെച്ച് എൻ്റെ ആദ്യത്തെ ഇടവയാണ് കൊരട്ടി. ഞാൻ കൊച്ചച്ഛനായിട്ട് പോയി തുടങ്ങുന്ന ഇടവ. അവിടെ വെച്ച് ഞാനൊരു ചെറാലക്കുന്നെന്ന് പറയുന്ന വാളൂരടുത്തൊരു ഉയർന്ന കുന്നുണ്ട്. ഇന്ന് ആ കുന്നവിടെ ഇല്ല. അതെല്ലാം JCB അതിൻ്റെ അപകരണം നടത്തി ഇല്ലായ്മയാക്കിയിരിക്കും. അപ്പോൾ ആ കുന്നിൻ്റെ മുകളിൽ ഒരു വീടുണ്ടായിരുന്നു.
അപ്പോൾ ആ വീടിൻ്റെ തൊട്ട് പരിസരത്ത് വീടുകളില്ല. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വീടുകൾ ചുറ്റുപാടുമൊക്കെ ഉണ്ട്. അവിടെ ഒരു വീട് വെഞ്ചരിക്കണമെന്ന് പറഞ്ഞ് നല്ല കുംഭമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിലെ വെയിലത്ത് ഒരു ചെടുത്തി വന്ന് വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ചെടുത്തി ഞായറാഴ്ച നമുക്കിങ്ങനെ ഒരു കഥയില്ല, വെഞ്ചരിപ്പില്ല, അത് ഇന്നും അന്നും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അത് നിവർത്തിയില്ല, ചെടുത്തി വേറെ ദിവസം നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കപ്പ്യാരെടുത്ത് പണ്ട് കപ്പ്യാർ പറഞ്ഞു, അവർ ജോലിക്ക് പോണ ആളല്ലേ, അവരെ ഒന്ന് പരിഗണിക്കുക, അവർ ഞായറാഴ്ച അവർക്ക് ഒഴിവ് കിട്ടുള്ളൂ, ഒന്ന് സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ് കപ്പ്യാരത് റെക്കമെൻഡ് ചെയ്തു. ഏതായാലും ഞാൻ പോകാനായിട്ട് അന്നത്തെ ആ കൊച്ചച്ചൻ എന്നുള്ള ശുഷ്കാന്തിയിലും ചൂടിലും ഞാൻ ഏറ്റവും അവസാനം പള്ളിയിൽ വേദപാഠവും മറ്റ് തിരക്കുകളെല്ലാം തീരുമ്പോൾ ഒരു 1:45 2 മണിയാവും. പെട്ടെന്നൊരു ഊണും കഴിച്ച് എനിക്ക് 4:15 ഇവിടെ കാതിക്കുളം പള്ളിയിൽ ക്ലാസ്സും കുർബാനയെല്ലാം പിള്ളേരുടെ ഉണ്ട്. അതിന് പോകാൻ വേണ്ടിയിട്ട് ആ ഗ്യാപ്പ് എടുത്ത് ഞാൻ ആ പാടം വഴി വട്ടം കയറി. അന്ന് ഇതുപോലെ അച്ഛന്മാർക്ക് വേണ്ടി ഓട്ടോറിക്ഷ അയക്കുകയോ കാർ അയക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയില്ല. മിക്കവാറുമൊക്കെ നടന്നു പോകും, അല്ലെങ്കിൽ മറ്റു മാർഗത്തിൽ പോകും. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് ഈ കുന്നിൻ്റെ മുകളിൽ വേർത്തൊലിച്ച് കയറി ചെല്ലുമ്പോൾ ഒരു പെരുന്നാളിനുള്ള ആളെന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് എല്ലാവരും കൂടെ ഇവിടെ കൂടിയിരിക്കുന്നത്? ഒരു കൊച്ചു വീട് വെഞ്ചരിക്കാനായിട്ട് ഇത് മാത്രം ആഘോഷം. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛന്മാരിങ്ങോട്ടൊന്നും വരാറില്ല. അച്ഛൻ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അച്ഛനെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ പ്രദേശത്തുള്ളവരെല്ലാവരും കൂടെ ഒരു പെരുന്നാളാക്കി മാറ്റിയതാണ്, ഒരു ആഘോഷമാക്കി മാറ്റിയതെന്ന് പറഞ്ഞു. ഞാൻ കൊള്ളാം, നമുക്ക് അങ്ങനെയാണെങ്കിൽ വീട് വെഞ്ചരിച്ച് കളയാമെന്ന് പറഞ്ഞ് ആ വീട്ടിൽ ഒരു ഓല കൊണ്ട് മറയൊക്കെ കെട്ടി ഒരു ചെറിയ ഷെഡ് പോലെ ഉണ്ടാക്കിയൊരു കൊച്ചു കൂരൊക്കെ വീട്. ആ വീട്ടിൽ കയറി വീട് വെഞ്ചരിച്ച് കഴിഞ്ഞിട്ട് ആ വീട്ടിലെ സൗകര്യം അനുസരിച്ച് 3-4 കസേരയൊക്കെ കൊണ്ടുപോയിട്ടു. എൻ്റെ ചുറ്റും ആളുകളുണ്ട്, പുറത്ത് ആളുകളുണ്ട്. ഇവരെല്ലാവരുടെ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഈ കുടുംബാംഗങ്ങളൊന്നും ഞാൻ മാറി നിന്ന് കണ്ടോട്ടെന്ന്. കുടുംബാംഗങ്ങൾ മാറിയിക്കാൻ പറഞ്ഞപ്പോൾ സംഗതി സ്പെല്ലിങ് മിസ്റ്റേക്കായി. ആ കുടുംബത്തിൽ ഒരു സ്ത്രീയും 2 പിള്ളേരും മാറി നിന്നു. ഒരാളെൻ്റെ ചെവി പറഞ്ഞു, പുരുഷന്മാർ വന്നു പോകുന്ന വീടാണ്. ഞാൻ ആ കുംഭമാസത്തിലെ വെയിലത്ത് ചെയ്ത സുഹൃത്തും എത്ര വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വേശ്യയുടെ വീട് വെച്ചെന്ന് വെഞ്ചരിക്കുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല, കപ്പ്യാർ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. ആ പ്രദേശത്തുള്ളവർക്ക് വലിയൊരു ഉതപ്പും ഇടർച്ചയും കൊടുത്തു. നമുക്കറിയാം, അങ്ങനെയുള്ള വീടുകൾ വെഞ്ചരിക്കുവാനായിട്ട് നമുക്ക് അവകാശമില്ലാതെ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ എതിർസാക്ഷ്യം കൊടുക്കുന്ന ഒരു വലിയ തെറ്റാണ്. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഞാൻ വന്ന് വിചാരിച്ചിട്ടുണ്ട്, പറഞ്ഞു, ഈ പോക്ക് പോയാൽ ശരിയാവില്ല. നമുക്ക് ഈ ഇടവക മുഴുവൻ അറിയുവാനുള്ളൊരു സംവിധാനം ഉണ്ടാവണം. അതുകൊണ്ട് നമുക്ക് എന്താ അതിന് പോകാൻ വഴിയെന്ന് ചിന്തിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്കിവിടെ അത് ചിലവാകുമെന്ന് സംശയമായി. യൂണിറ്റുകൾ പലയിടത്തും അയ്യമ്പുഴ പ്രദേശത്ത്, മഞ്ഞപ്പുറ പ്രദേശത്ത്, അങ്കമാലി പ്രദേശത്തൊക്കെ ഒന്ന് തുടങ്ങിയ സമയമാണ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ തുടങ്ങാനായിട്ട് ഈ അങ്ങാടിയിലുള്ളവർ അത്ര സമ്മതിക്കുന്നു എന്നല്ല. കാരണം അങ്ങാടിയുടെ പ്രത്യേകതയും അവിടെയുള്ള കുറച്ച് വീട്ടുകാരുടെ പ്രത്യേകതയൊക്കെ നമുക്ക് അറിയാമെങ്കിൽ, ഞാനൊരു താത്തിപ്പറയല്ല, ഞാൻ 2 പ്രാവശ്യം പോയി ജോലി ചെയ്ത പള്ളിയാണ്. എന്നാലും അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട്. അച്ഛനെന്തോ വലിയ സംഘാടനം നടത്തി ഇടവകയെ മുഴുവൻ വലിയൊരു വഴിത്തെറ്റ് അല്ലെങ്കിൽ ഒരു വലിയ വ്യത്യാസത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ എതിർപ്പുണ്ടാകുമെന്നുള്ള ഉറപ്പാന്ന് പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു പണി ചെയ്യാം. അച്ഛൻ പറഞ്ഞു, എന്താണ് പണി ചെയ്യാൻ പോകുന്നത്? അച്ഛൻ പറഞ്ഞു, ഏറ്റവും നല്ല പണിയെന്ന് പറയുന്നത് ഏറ്റവും അതിർത്തികളിൽ പോയിട്ട് യൂണിറ്റുകൾ നമുക്ക് ആരംഭിക്കും. അപ്പം അങ്ങനെ ഈ അതിർത്തികളിൽ പോയി ആറ്റപ്പാടം, ഈ പറഞ്ഞ കട്ടപ്പുറം, അല്ലെങ്കിൽ ഈ പറഞ്ഞ വാളൂരി പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന കന്നാനഗറി അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞെന്നാൽ നമ്മുടെ JTS വിഭാഗം, അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പോയി ഞങ്ങൾ യൂണിറ്റുകൾ ആരംഭിക്കുകയാണ്. അങ്ങനെ യൂണിറ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 22 യൂണിറ്റുകളായിട്ടാണ് അന്ന് ഇടവകയെ തിരിച്ചത്. അങ്ങനെ തിരിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് മാറി. നമുക്ക് 5 മിനിറ്റ് ഉണ്ടെങ്കിൽ, അന്ന് ഈ പറഞ്ഞ പോലെ മൊബൈലിൻ്റെ സൗകര്യമോ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഇന്നത്തെ ആധുനിക മാധ്യമ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇടവകയെ മുഴുവൻ ചലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നു. ഒരു യൂണിറ്റിൽ 7 അല്ലെങ്കിൽ 10 ഭാരവാഹികളുണ്ട്. നമ്മൾ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹി ചെയർമാനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞാൽ ആ ചെയർമാൻ പെട്ടെന്ന് യൂണിറ്റുകൾക്ക് മെസ്സേജ് എത്തിക്കും. ആ യൂണിറ്റുകൾ പെട്ടെന്ന് യൂണിറ്റ് അംഗങ്ങൾ വഴിയായിട്ട് യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളിലും വിവരം എത്തിക്കും. നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമായി. ഞാൻ പറഞ്ഞ ഈ യൂണിറ്റുകൾ പ്രവർത്തിക്കണം. നമ്മുടെ യൂണിറ്റുകൾ പലതും മഹിളാ സമാജങ്ങളാണ്,
സ്ത്രീകളാണ് പങ്കെടുക്കുന്നത്. പുരുഷന്മാർക്കൊന്നും സമയമില്ല. ഞങ്ങൾ പള്ളിയിരിക്കുന്ന അച്ഛന്മാർക്ക് 54 യൂണിറ്റിൽ പോകാനും ഒരാഴ്ച കൊണ്ട് ഈ ഇടവകയെ മുഴുവൻ കവർ ചെയ്യാനും സമയമുണ്ട്. ഈ ഇവിടെ ഇടവകയിലെ അംഗങ്ങൾക്ക് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം, അത് എല്ലാ മാസവും ഇല്ല, നമുക്ക് തിരുനാളിൻ്റെ മാസം ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പോലെ ഔട്ട് റീച്ചിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു മാസം വെച്ച് വന്നില്ല. ഒരു 10-12 മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കാനുള്ള ഒരു വൈമനസ്യം കാണുമ്പോൾ എനിക്ക് ഒരുപാട് വേദന തോന്നാറ്. എന്താണ് നിങ്ങൾ തമ്മിൽ കാണാൻ പാടില്ല വല്ലതും ഉണ്ടോ എന്ന് ഞാനിങ്ങനെ സംശയിക്കാറുണ്ട്. തുറന്ന് പറയണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതി നമുക്ക് മാറണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂണിറ്റ് ചെന്നു. അവിടെ 46 വീട്ടുകാരുണ്ട്, വന്നത് 23 വീട്ടുകാർ, ആകെ 25 പേര്, അത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ യൂണിറ്റിലൊക്കെ എന്ത് ആധ്യാത്മിക പുരോഗതി, എന്ത് കൂട്ടായ്മ, എന്ത് പങ്കുവയ്ക്കൽ, എന്ത് സ്നേഹത്തിൻ്റേതായ പ്രഘോഷണം, സാക്ഷ്യമുണ്ടാകുമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രോഗ്രാം കൊടുത്തവരൊക്കെ മുങ്ങി. അന്നത്തെ ദിവസം അന്ന് കൊടുത്തിരുന്ന ബാബുവല്ലേ അന്ന് വന്നിരുന്നത്, നമ്മുടെ ബാബുവാണ്. പ്രോഗ്രാം കൊടുത്തിരുന്നവരൊക്കെ അന്ന് പ്രോഗ്രാം പലരും ആബ്സെൻ്റ്. ക്യൂസിന് ആളില്ല, നമ്മുടെ വചന പ്രഘോഷം വിചിന്തനത്തിന് ഇങ്ങനെ കിടന്ന് കഷായിക്കുന്നൊരു രീതി. സഹോദരങ്ങളെ, ഇത് മാറണ്ടേ നമുക്ക്? നമ്മൾ ഒരു ഇടവകയിൽ നിന്ന് ഈ സിസ്റ്റേഴ്സ് എന്തുമാത്രം ത്യാഗം സഹിക്കുന്നു. ഈ 54 യൂണിറ്റിലും ഈ 2-3 കോൺഗ്രിഗേഷൻ ഇവർ എത്തിച്ചേരാണ്ട് ഒരുപാട് ബഹിരത പ്രതിനിധികളാണ്. അപ്പോൾ ഒരുപാട് മഠത്തിൽ അവരുടേതായ ജോലികളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നതിൻ്റെ ഇടയിലാണ് അവർ വന്നിട്ട് ഇത് നടത്തിത്തരാൻ സഹകരിക്കുന്നത്. നമ്മൾ അച്ഛന്മാർ ഇതിന് ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു, ഇടവക്കാർക്ക് സൗകര്യമില്ല. ഞാനൊരു യൂണിറ്റിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ആ യൂണിറ്റിലേക്ക് കടന്നു പോകുന്ന വഴി ഞാനന്ന് നടന്നാണ് പോയത്. ആ അടുത്ത 2 ഭാഗത്തുള്ള വീടുകാരോട് പറഞ്ഞു പോയി. പക്ഷേ അവസാനം ചെന്നപ്പോൾ ഞാൻ മാത്രമുണ്ട്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു നോക്കി. അപ്പോൾ അതുകൊണ്ട് ഈ പോക്കിന് നമ്മളൊരു മാറ്റം വരുത്തണം. സെൻറ്റ് ജോസഫ് വ്യത്യസ്തമാണോ എന്ന് ചോദിച്ചാൽ അത് റിപ്പോർട്ടിൽ കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. റിപ്പോർട്ട് പെരുപ്പിച്ചെഴുതുന്നതാണല്ലോ, ഇല്ലാത്ത ഉള്ളതൊക്കെ എഴുതി വയ്ക്കുന്നത്. റിപ്പോർട്ടിൽ പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നാൽ പോലും യൂണിറ്റ് വളരെ പ്രശംസനീയമാണ്. അപ്പോൾ അതുകൊണ്ട് സെൻറ്റ് ജോസഫും ഞാൻ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇതിനൊരു മാറ്റം വരണം. ഇതൊരു മനസാന്നിധ്യവും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളണം. നമ്മൾ ഈ കൂടുന്നവരുടെയും പങ്കെടുക്കുന്നവരുടെയും ഹൃദയങ്ങളിൽ ഇടം പിടിച്ചാൽ മരിച്ചാലും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പേ നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് മരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹമുള്ളവരാരെങ്കിലും എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യൂണിറ്റിൻ്റെ ആഘോഷങ്ങൾ നമുക്കറിയാം. ആദിമസഭയിലെ കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന, അവരുടെ വചനപ്രഘോഷം, ഈ കാര്യങ്ങളിലെല്ലാം അവർ കൊടുത്ത ഊന്നലാണ് ആദിമസഭയുടെ വളർച്ചയ്ക്ക് എല്ലാവിധ പ്രോത്സാഹനം കൊടുത്തത്. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാർഷിക സമ്മേളനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഈ അധ്യക്ഷയുണ്ട് ആനി വർഗീസിനെ പ്രത്യേകിച്ച് അനുമോദിക്കുകയാണ് ഈ യൂണിറ്റ് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നതിന്. അതുപോലെ തന്നെ നമ്മുടെ ആൻസച്ചൻ കുർബാനയെല്ലാം ചൊല്ലി അച്ഛൻ ഈ പ്രദേശത്ത് വന്ന് പിന്നെ മരണം കൂടുതലാണെന്നാണ് പറയുന്നത്. ഇന്നും ലിസ്റ്റ് കൂടുതലായിരുന്നു. സാരമില്ല അച്ഛാ, അത് അതിനെക്കുറിച്ച് ദുഃഖിക്കണം. അച്ഛൻ പോണിലാണ്. അപ്പോൾ അതുകൊണ്ട് ആൻസച്ചനും അതുപോലെ തന്നെ നമ്മുടെ ബാസ്റ്റിൻ ഈ പ്രദേശത്ത് എല്ലായിടത്തും മരണത്തിന് കാണാറുണ്ട്. യൂണിറ്റുകൾക്ക് പിന്നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കണ കാരണം എല്ലായിടത്തും എത്തുന്നില്ലെങ്കിലും ബാസ്റ്റിനും വളരെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ മനോഹരമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ച ഓർഗനൈസർ ശ്രീമതി ഏഞ്ചൽ, അതുപോലെ കുട്ടികളുടെ റിപ്പോർട്ട് വായിച്ച ക്രിസ്ലിൻ മേരി നെൽസൺ, അതുപോലെ നമ്മുടെ സ്വാഗതം ആശംസിച്ച ജോസഫ്, ഈ യൂണിറ്റിൻ്റേതായിട്ടുള്ള ആശംസകൾ പറയാനെത്തിയിരിക്കുന്ന സിസ്റ്റേഴ്സ് ശ്രീല്യ CMC, താഴെ 2 സിസ്റ്റേഴ്സ് ഇരിപ്പുണ്ട്. നമ്മുടെ വാർഡ് കൗൺസിലർ മാർട്ടിൻ മുണ്ടാടൻ, സാബു വടക്കഞ്ചേരി, അതുപോലെ സജ്ജോ, നമ്മുടെ സജാദ്, ലില്ലി ആൻ്റണി, പിന്നെ സാബു വടക്കഞ്ചേരി, പിന്നെ നമ്മുടെ സെബി വർഗീസ്, പിന്നെ ആരാണ് മാർട്ടിൻ ക്ലിയേനക്കുടി, ഇതിൻ്റെ കൺവീനർ, എല്ലാവരെയും പ്രത്യേകിച്ച് അനുസ്മരിച്ചുകൊണ്ടും നിങ്ങളിപ്രകാരം വാർഷികം മനോഹരമാക്കാനായിട്ട് എടുത്ത അധ്വാനവും സഹകരണവും കൂട്ടായ്മയും
ഇത് കഴിഞ്ഞ മനോഹരമായ വിരുന്നുമെല്ലാം ഏറ്റവും മനോഹരമായിട്ട് പോകട്ടെ എന്ന ആശംസയോടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഇപ്പോൾ നമ്മുടെ ലക്കി ഫാമിലി തിരഞ്ഞെടുപ്പാണ്. ലക്കി ഫാമിലി തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം, തിരഞ്ഞെടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ആ കുടുംബത്തിൽ നിന്ന് ഇവിടെ ഉണ്ടായിരിക്കണം. കിഴക്കന്തല LC ജോണി. ആ കുടുംബത്തിലെ 2 പേരെങ്കിലും ഇല്ല, ആരുമില്ല. കിഴക്കേടത്ത് വിൽസൺ, ത്രേസ്യാം ചേച്ചി, ത്രേസ്യാം ചേച്ചി ഓടി വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം ഈ വർഷത്തെ നമ്മുടെ യൂണിറ്റിലെ ലക്കി ഫാമിലി, കിഴക്കേടത്ത് വിൽസൺ ആൻഡ് ഫാമിലി. നമ്മുടെ യൂണിറ്റില് കുറച്ച് സ്പെഷ്യൽ അവാർഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ലോഗോസ് ക്വിസിന് ടോപ്പേഴ്സ് ആയത് 85% മാർക്ക് കിട്ടിയ ജെയ്സി ആന്റണി, 2 പേരുണ്ട്, ജെയ്സി ആന്റണി ആൻഡ് ലിസി വർഗീസ്. ജെയ്സി ചേച്ചി, ലിസി വർഗീസ്. എവറോളിംഗ് ട്രോഫി ഇൻ മെമ്മറി ബൈ മഞ്ഞളി ആന്റണി. ICC syllabus ജെയ്ദ ആന്റണി, മരിയ മാർട്ടിൻ ആൻഡ് ജെയ്ദ ആന്റണി. Everolling trophy sponsored by CP Thomas. Catechism 10th topper Maria Martin. Everolling trophy sponsored by CR Antonis Cherumadathil. +2 school topper Joe Kuriakos. Joe Kuriakos. +2 catechism topper Sion Santosh. ഇനി നമ്മുടെ യൂണിറ്റിൽ 2 ദിവസമായി നടത്തിയ കലാകായിക മത്സരങ്ങളിൽ ഓവറോൾ ചാമ്പ്യൻ ഫാമിലി കിഴക്കേടത്ത് വിൽസൺ. എവറോളിംഗ് ട്രോഫി ഇൻ മെമ്മറി ബൈ ചെറുമടത്തിൽ റെപ്പായി ആൻഡ് അന്നക്കുട്ടി. കിഴക്കേടത്ത് വിൽസൺ. അവർക്ക് തന്നെയാണ് 2 പ്രാവശ്യം ലക്കി ഫാമിലി, ഓവറോൾ ചാമ്പ്യൻ ഫാമിലി. What's going on? നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ള സ്നേഹബഹുമാന്യനായ സെൻറ്റ് ജോർജ് ബസിലിക്ക റെക്ടർ ലൂക്കോസ് കുന്നത്തൂർ, സഹവികാരിയായ ആൻസ് നച്ചൻ, അതുപോലെ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹിയായ വൈസ് ചെയർമാൻ ബാസ്റ്റിൻ പാറയ്ക്കൽ,
ജനറൽ സെക്രട്ടറിമാരായ ജോയിൻറ്റ് സെക്രട്ടറിമാരായ സെബി വർഗീസ്, ഏഞ്ചൽ ജോയ്, സജാദ് വർഗീസ്, ഓർഗനൈസർമാരായ ലില്ലി ആൻ്റണി, സാബു വടക്കഞ്ചേരി അതുപോലെ നമ്മുടെ സിസ്റ്റർ മദർ സിസ്റ്റർ സിറിൽ CMC, അതുപോലെ നമ്മുടെ മറ്റു കുടുംബ യൂണിറ്റുകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള പ്രസിഡൻറ്റുമാർ, നമ്മുടെ ഓരോ മാസവും നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ കടന്നു വന്നവർ ആധ്യാത്മികവും ഭൗതികവും അതുപോലെ എല്ലാ വളർച്ചകളിലും അവരെ എല്ലാ കാര്യങ്ങളും കൈപിടിച്ചുയർത്തുവാൻ കടന്നു വരാറുള്ള നമ്മുടെ സ്നേഹനിധികളായ സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, 2023 സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ഇവിടെ ഞങ്ങളുടെ പുതിയ ഭരണസാരഥികളെ തിരഞ്ഞെടുത്തത്. വളരെ ഭയത്തോടും ആകുലതകളോടും അതുപോലെ തന്നെ ഞാനൊരു പ്രസിഡന്റ് സ്ഥാനം ആദ്യമായിട്ടാണ് അലങ്കരിക്കുന്നത്. ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു ഞാൻ എന്ത് ചെയ്യും? ഒത്തിരിയേറെ പരിമിതികൾ എനിക്കുണ്ട്. കുടുംബത്തിലായാലും മറ്റു പല കാര്യങ്ങളിലായാലും ഒരു മീറ്റിംഗ് വിളിച്ചാൽ എനിക്ക് കടന്നു ചെല്ലാനും എല്ലാത്തിനുമുള്ള വണ്ടി വാഹന സൗകര്യങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പം ഞാൻ എങ്ങനെ ഈ കാര്യങ്ങൾ ഒരു സന്ധ്യ നേരത്തൊക്കെ പോകും എന്ന് പ്രതീക്ഷിച്ചൊക്കെ വളരെ പ്രയാസത്തോടു കൂടിയാണ് ഞാൻ ഈ പ്രസിഡന്റ് സ്ഥാനത്തെ കടന്നു വന്നതെങ്കിൽ തന്നെയും ഞങ്ങളുടെ ഈ സെൻറ്റ് ജോസഫ് യൂണിറ്റിൻ്റെ കൂട്ടായ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായി കൊണ്ടുപോകുവാൻ ഞാൻ വെറും അവരുടെ മുമ്പിൽ നിന്ന് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം മീറ്റിങ്ങുകളെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതിൽ ഒന്നോ രണ്ടോ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. എങ്കിലും ബാക്കിയുള്ള എല്ലാ ഞങ്ങൾക്ക് 7 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൽ 6 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും വളരെയധികം തീക്ഷ്ണതയോടുകൂടി എന്നോട് ചോദിക്കാതെ തന്നെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് അവർക്കറിയാം. അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും മനോഹരമാക്കി തീർക്കുവാനായിട്ട് ഞങ്ങളുടെ ഈ യൂണിറ്റിനെ വലിയ ഇതിലേക്ക് കൊണ്ടുപോകുവാൻ അവർ അക്ഷീണം പ്രയത്നിച്ചിട്ടുമുണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞ 2003 ബെസ്റ്റ് യൂണിറ്റായി തിരഞ്ഞെടുക്കുകയും അതോടൊപ്പം ഏഞ്ചൽസ് ക്ലബ്ബും അതുപോലെ തന്നെ ബെസ്റ്റ് ഏഞ്ചൽസ് ഫോറം ആയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ കുടുംബ യൂണിറ്റിലെ ഓരോ ഭാരവാഹികളെ കുറിച്ച് പറയുമ്പോഴും പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഞങ്ങളുടെ ഏഞ്ചൽ ലിജു സെൻട്രൽ കമ്മിറ്റിയിലെ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു എങ്കിൽ തന്നെയും ഞങ്ങളുടെ കുടുംബ യൂണിറ്റിൻ്റെ എല്ലാമാണെന്ന് ഞാൻ പറയും. കാരണം ഏറ്റവും മനോഹരമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനായിട്ട് അവൾ പ്രയത്നിച്ചിട്ടുണ്ട്. അതുപോലെ സെൻറ്റ് ജോസഫ് യൂണിറ്റിലെ ഞങ്ങളുടെ ഭാരവാഹികൾ ഒന്നും തന്നെയല്ലെങ്കിലും ജോസഫ് ഞങ്ങളൊരു ക്ഷണിതാവായി വിളിക്കുകയും എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകളിലെല്ലാം ഞങ്ങളോടൊപ്പം കടന്നു വന്ന് പുതിയ ആശയങ്ങൾ പറഞ്ഞു തരികയും ഞങ്ങളുടെ കുടുംബ യൂണിറ്റിനെ വളരെ മനോഹരമാക്കി തീർക്കുവാൻ അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരുണത്തിൽ ഞങ്ങൾ നന്ദിയോടെ അത് ഓർക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ സെൻറ്റ് ജോസഫ് കുടുംബ യൂണിറ്റിലെ ഏഞ്ചൽസ് ഫോറം പരിപാടികളിലെല്ലാം ഞങ്ങളുടെ സിസ്റ്റേഴ്സ് കടന്നു വന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി എല്ലാ മാസം ഉണ്ടാകുന്ന എത്ര ഓരോ വിശുദ്ധരുടെയും തിരുനാളുകൾ ആഘോഷിക്കുമ്പോഴും അവരുടെ എല്ലാം വേഷമണിഞ്ഞ് കുഞ്ഞുങ്ങളെ അത് വളരെ ഭംഗിയാക്കി തീർക്കാനും അതോടൊപ്പം തന്നെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന റെജി ജോസഫായി അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും ഇടവകയിൽ നിന്ന് തരുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് ഏഞ്ചൽസ് ഫോറത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് റെജി ജോസഫ്. അതുപോലെ ഞങ്ങളുടെ ഈ ഇടവകയിലെ സെൻറ്റ് ജോസഫ് യൂണിറ്റ് ഇടവകയോട് ചേർന്ന് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യത്തിലും ആത്മീയമായും സാമ്പത്തികമായും ഞങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബ യൂണിറ്റിലെ ഓരോ തിരുനാളുകൾ ഇടവകയിലുണ്ടാകുമ്പോഴും അതിൽ കമ്മിറ്റി അംഗങ്ങളായും മറ്റു പലതരത്തിലും ഞങ്ങൾ ഇടവകയോട് ചേർന്ന് ഒരു നാഴികക്കല്ലായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്.
അങ്കമാലി ബസിലിക്ക സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാനും 21-ാം വാർഡ് കൗൺസിലറുമായ ശ്രീ ബാസ്റ്റിൻ പാറക്കലിനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സെന്റ് ജോസഫ് യൂണിറ്റിന്റെ 43-ാം വാർഷികം സഘോഷം ഇപ്പോൾ കൊണ്ടാടുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പരിപാടി വിജയിക്കണമെങ്കിൽ അതിനൊരു മുന്നൊരുക്കം വേണം. ആമുഖമായിട്ട് സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചു, 2 മാസത്തിലധികമായി ഈ വാർഷിക ആഘോഷ പരിപാടികളുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തനം തുടങ്ങിയിട്ട് ശ്രീ മാർട്ടിൻ കിളിയേലിക്കുടിയുടെ നേതൃത്വത്തിൽ വാർഷിക ആഘോഷ കമ്മിറ്റി എടുത്തുകൊണ്ടും അതോടൊപ്പം തന്നെ യൂണിറ്റ് ഭാരവാഹികൾ എല്ലാവരും തന്നെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ നല്ല രീതിയിൽ ഒരു കുടുംബ യൂണിറ്റ് വാർഷികം നടത്തുവാനായിട്ട്, അതിഗംഭീരമായി നടത്തുവാനായിട്ട് സാധിച്ചത്. ഈ അവസരത്തിൽ ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. ഒരു ഇടവകയിൽ നമ്മുടെ ആത്മീയമായുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛനാണ്. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ അച്ഛന്മാരും അതേപോലെ തന്നെ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളും കൈക്കാരന്മാർ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രം നമ്മുടെ ഒരു ഇടവകയുടെ ആത്മീയമായ വളർച്ച സാധ്യമാവുകയില്ല. നമ്മുടെ ഇടവകയിലെ 54 കുടുംബ യൂണിറ്റുകളുണ്ട്. ഈ 54 കുടുംബ യൂണിറ്റുകളിലെ ഭാരവാഹികൾ അവരെല്ലാവരും നമുക്കറിയാം, എല്ലാ മാസവും ഈ 54 കുടുംബ യൂണിറ്റും പ്രതിമാസ പ്രാർത്ഥനാ യോഗങ്ങൾ കൂടുന്നുണ്ട്, വളരെ സജീവമായിട്ട് കൂടുന്നുണ്ട്. അങ്ങനെ 54 കുടുംബ യൂണിറ്റ് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഇടവകയുടെ ആത്മീയ വളർച്ച സാധ്യമാകുന്നത്. എനിക്കറിയാം, നമ്മുടെ ഈ യൂണിറ്റ് സെൻറ്റ് ജോസഫ് യൂണിറ്റ് വളരെ നല്ല രീതിയിൽ അങ്കമാലി ഇടവകയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബ യൂണിറ്റ് പ്രാർത്ഥനാ യോഗങ്ങൾ വളരെ സജീവമായി നടക്കുന്നു. അതൊക്കെ എനിക്ക് ദർശിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ സെക്രട്ടറി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഏഞ്ചൽസ് ക്ലബ്ബ് കുട്ടികൾ നമ്മുടെ സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പദ്ധതിയാണ് നമ്മുടെ പച്ചക്കറി വിത്ത് വിതരണം. ആ പച്ചക്കറി വിത്ത് വിതരണം എനിക്ക് പേര് തന്നപ്പോൾ എനിക്ക് ഏഞ്ചലോട് ഞാൻ ചോദിച്ചു, ഇത്ര പിള്ളേരുണ്ടോ എന്ന് ചോദിച്ചു. 40 പിള്ളേർ അന്ന് ഈ നമ്മുടെ പച്ചക്കറി വിത്ത് മേടിക്കുവാനായിട്ട് പേര് തന്നു. അത് അക്ഷരം പ്രതി ശരി തന്നെയായിരുന്നു. ഞാൻ അതിൻ്റെ ഉദ്ഘാടനം ഒരു പ്രത്യേക എന്താ പറയുക വിത്ത് നട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ എല്ലാ മക്കളും അവിടെ സന്നിഹിതരായിരുന്നു. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഈ യൂണിറ്റ് ഏഞ്ചൽസ് ക്ലബ്ബ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രവുമല്ല, കഴിഞ്ഞ സെൻട്രൽ കമ്മിറ്റി വാർഷികത്തിൽ നേരത്തെ ഇവിടെ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ നല്ല ബെസ്റ്റ് യൂണിറ്റ്, അത് എ ഗ്രേഡ് കൂടി കരസ്ഥമാക്കുവാനായിട്ട് സെൻറ്റ് ജോസഫ് യൂണിറ്റ് സാധിച്ചിട്ടുണ്ട്. ഇടവകയുടെ അഭിമാനമായി നിലകൊള്ളുന്ന കരുണയുടെ കൈനീട്ടം പദ്ധതി നമുക്കറിയാം. വിദ്യാഭ്യാസ സഹായം, ചികിത്സാ സഹായം, വീട് മെയിൻ്റനൻസ് തുടങ്ങി. പിന്നെ അതുമാത്രമല്ല, 4ാമത് ഒരു പദ്ധതി കൂടി നമ്മൾ വിഭാവനം ചെയ്യുകയുണ്ടായി. നമ്മുടെ ഇടവകയിൽ ഭൂരഹിത ഭവനരഹിതർക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി, ഗ്രേസ് ഹോംസ് എന്ന പദ്ധതിയാണത്. ആ പദ്ധതിയുടെ ബന്ധപ്പെട്ട് ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ആ ചാരിറ്റിയുടെ കൺവീനറായിട്ട് ശ്രീ സേവ്യർ മഞ്ഞളി ഇവിടെ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയുടെ സ്റ്റാഫ് നമ്മുടെ ഷെറിൻ അടുത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജോസഫ് കോളാട്ടുകൂടി തുടങ്ങി അങ്ങനെ എല്ലാവരും തന്നെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗഭാക്കുകളായിട്ട് പ്രവർത്തിക്കുകയാണ്. ഞാൻ അധികം വെച്ച് സംസാരിക്കുന്നില്ല. പ്രത്യേകമായി ഈ സെൻറ്റ് ജോസഫ് കുടുംബ യൂണിറ്റ് ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, ഏഞ്ചൽസ് ക്ലബ് കുഞ്ഞുമക്കളെ, ഒത്തിരി സന്തോഷത്തോടെയാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. ആദ്യമേ തന്നെ മനോഹരമായ ഈ വാർഷികാഘോഷം നടത്താൻ നമ്മെ അനുവദിച്ച നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം.
അതോടൊപ്പം നമ്മുടെ ഈ യൂണിറ്റിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ കൂട്ടായ്മയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച് നമ്മിൽ നിന്നും വേർപെട്ടു പോയിട്ടുള്ള നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. അവർക്കായി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം എന്നത് അപ്പാപ്പനും അമ്മാമ്മയും, അപ്പനും അമ്മയും, മക്കളും മരുമക്കളും, കൊച്ചുമക്കളും സഹോദരങ്ങളും എല്ലാം ഒന്നു ചേർന്ന് ആയിരിക്കുന്നതാണ്. എന്നാൽ ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരേ സ്വഭാവക്കാരായിരിക്കണമെന്നില്ല. അങ്ങനെ വ്യത്യസ്തരായ കുടുംബാംഗങ്ങളെ ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങളെ പോലെ സംയോജിപ്പിച്ചിരിക്കുന്നതാണ് ഈ സെയിൻറ്റ് ജോസഫ് കുടുംബ കൂട്ടായ്മ എന്നത്. നമ്മുടെ ഈ കൂട്ടായ്മയിൽ ബലവാന്മാരും ബലഹീനരും, സമ്പന്നരും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരും, കഴിവുള്ളവരും കഴിവ് കുറഞ്ഞവരും, ഇങ്ങനെ എല്ലാ തരക്കാരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇവരെല്ലാം സ്നേഹത്തോടെ ഒത്തുചേരുമ്പോഴാണ് ഇതൊരു സ്നേഹ കൂട്ടായ്മയായി തീരുന്നത്. ഈ ഒരു സ്നേഹ കൂട്ടായ്മയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതും. ഒരവയവം വേദനിക്കുമ്പോൾ മറ്റവയവങ്ങൾക്കും വേദനയുണ്ടാകും എന്നതുപോലെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ആർക്കെങ്കിലും ദുഃഖമുണ്ടാകുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, കഷ്ടപ്പാടുകളും സഹനങ്ങളും അനുഭവിക്കുമ്പോൾ അവരോടൊപ്പം ഞാനും ഉണ്ട് എന്ന അനുഭവം നൽകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പരസ്പരം വളർത്തുവാൻ, പരസ്പരം മനസ്സിലാക്കുവാൻ, പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുവാൻ ഈ യൂണിറ്റ് വാർഷികത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ കൂട്ടായ്മകളുടെ ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനും നാളെകളിലേക്ക് തീക്ഷ്ണതയോടെ പ്രവർത്തനനിരതരാകുവാനും ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വേർതിരിവില്ലാതെ ഒരുമിച്ച് കൈകോർക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കുടുംബ കൂട്ടായ്മകളിൽ നിന്നും എനിക്കെന്ത് നേടാനാകും എന്നതിനേക്കാൾ ഞാനുമായി ഇടപഴകുന്നവർക്ക് ഈശോയെ കൊടുക്കത്തക്ക വിധം എനിക്കെന്ത് നൽകാനാകും എന്നതായിരിക്കട്ടെ നമ്മുടെ ചിന്തകൾ. ഇങ്ങനെ ഹൃദയത്തെ തൊടുന്ന, മനസ്സുകൾ അറിയുന്ന ബന്ധങ്ങൾ സംജാതമാകട്ടെ. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ചിരുന്ന് ഊട്ടുമേശ പങ്കിടുന്ന, സ്നേഹവും സന്തോഷവും സൗഹൃദവും കൂട്ടായ്മയും പങ്കിടുന്ന ഒരു കുടുംബാന്തരീക്ഷം നമ്മുടെ ഓരോ കുടുംബങ്ങളിലും നിറഞ്ഞു നിൽക്കട്ടെ എന്നും ആശംസിക്കുന്നു. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. ഇതിനെ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്, ഫാമിലി. അപ്പോൾ ഒരു അമ്മയും അപ്പനും ഒരു കൊച്ചുമകനുമുള്ള ഒരു കുടുംബത്തിൽ ആ കൊച്ചുമകൻ അപ്പനെയും അമ്മയെയും നോക്കിയിട്ട് ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ ഫാമിലിക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൊടുത്തിരിക്കുന്ന ഒരു വിശദീകരണമാണ്. എത്ര സുന്ദരമായ ഒരു ആവിഷ്കാരം. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാമിലികളുടെ ഒരു കൂട്ടായ്മ ഏകദേശം 300 വർഷക്കാലം വലിയ ത്യാഗം സഹിച്ചാണ് നമുക്ക് മഹത്തായ ക്രിസ്തീയ വിശ്വാസം കൈമാറ്റം ചെയ്തു തന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണശേഷം, ഉദ്ധാനത്തിന് ശേഷം, സ്വർഗാരോഹണം കഴിഞ്ഞപ്പോൾ ആദിമ ക്രിസ്ത്യാനികളും ശിഷ്യന്മാരും വളരെ ഭയപ്പാടോടുകൂടെ ആണ് ആദ്യം കഴിഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്തീയ വിശ്വാസികളെ കൊന്നുകളയുമായിരുന്നു. അപ്പോൾ ആ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുവാൻ കപ്പഡോക്കിയ മലനിരകളിൽ പാറ തുരന്ന് തുരങ്ക വീടുകളുണ്ടാക്കി അതിൽ 300 വർഷത്തോളം ആ കുടുംബങ്ങൾ ഒളിച്ചു താമസിച്ചാണ് ഈ മഹത്തായ വിശ്വാസം നമുക്ക് കൈമാറ്റം ചെയ്തത്. 1 വർഷം മുമ്പ് തന്നെ സാർവത്രികമായ ക്രിസ്ത്യാനിറ്റി ഉള്ളിടത്തും ഇല്ലാത്തിടത്തും വിദ്യാഭ്യാസത്തിലൂടെയും ആ സാമ്പത്തിക മണ്ഡലത്തിൽ പുരോഗതി കൈവരിച്ചത് ക്രിസ്ത്യാനിറ്റി തെളിച്ച വഴിയിൽ കൂടി സഞ്ചരിച്ച രാജ്യങ്ങളാണെന്ന് നമുക്ക് കാണാം. പക്ഷേ ആ ഒരു സന്ദർഭം വന്നപ്പോൾ ഈ ഒരു വലിയൊരു വിഭാഗം ആളുകൾ വിശ്വാസത്തിൽ നിന്നും മാറി സഞ്ചരിച്ച ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും. ഇതിന് കാരണമായത് ഫ്രീ തിങ്കേഴ്സ്, ഇടതുപക്ഷ ചിന്താഗതിക്കാരും അന്ന് ഇളക്കിവിട്ട ചില ചിന്താഗതികളുടെ 2 മാസം മുമ്പ് ഇംഗ്ലണ്ടിലുണ്ടായ ഒരു സംഭവത്തിലേക്ക് തിരിക്കുകയാണ്.
അപ്പോൾ ഇതിനോട് അവിടുത്തെ ആളുകൾ പ്രതികരിച്ചത്, അവർ പ്രതിഷേധ ജാഥകൾ നടത്തി. അപ്പോൾ ആ പ്രതിഷേധ ജാഥകളിൽ ക്രൂശിത രൂപം പിടിച്ചിട്ടാണ് അവർ ആ ജാഥകൾ നടത്തിയത്. അവർ പറഞ്ഞ മുദ്രാവാക്യം, ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ ക്രിസ്തീയതയും തദ്വാര ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന സംസ്കാരവും ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്നുള്ള മുദ്രാവാക്യമാണ് അവർ മുഴക്കിയത്. അപ്പോൾ ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ നിരീശ്വരവാദികളും അതുപോലെ വിശ്വാസം തള്ളിപ്പറഞ്ഞ ആളുകളൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ടി വി ചാനലുകളിലും പത്രങ്ങളിലൊക്കെ ആന്റണി പൈനാടത്ത്. സമ്മാനദാനം നിർവഹിക്കുന്നതിനായി സെൻട്രൽ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയും കതിരൊള്ളിയുടെ ചീഫ് എഡിറ്ററുമായ സെബി വർഗീസ് വാണികത്താനെ ക്ഷണിക്കുന്നു. നമുക്ക് നടത്തിയ കലാകായിക മത്സരങ്ങളിൽ സമ്മാനാർഹമായി ഫസ്റ്റ് ഗ്രൂപ്പ് ഫാമിലി സോങ്, ഫസ്റ്റ് അരക്കൽ ഷെറിൻ മാർട്ടി ഫാമിലി. സെക്കൻഡ് പ്രൈസ് ജോസഫ് കോളാട്ടുകുടി ഫാമിലി. ഹസ്രിൻ ഇസഹാക്ക് സോണി കിഴക്കേടത്ത് മിഠായി പെറുക്കൽ സെക്കൻഡ്. താങ്ക് യു സെബി ചേട്ടാ. സമ്മാനദാനം നിർവഹിക്കുന്നതിനായി സെൻട്രൽ കമ്മിറ്റി ഓർഗനൈസർ ശ്രീമതി ലില്ലി ആന്റണി കൊരട്ടിക്കുന്നതിനെ ക്ഷണിക്കുന്നു. ഇവാനിയ സോണി കിഴക്കേടത്ത് സ്പോഞ്ച് കൊണ്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ സെക്കൻഡ്, കുളങ്കര സെക്കൻഡ്, ബോൾ ത്രോ സെക്കൻഡ്, ഭക്തിഗാനം സെക്കൻഡ്, പ്രസംഗം ഫസ്റ്റ്. ഡോണി സോണി കിഴക്കേടത്ത് പെനാൽറ്റി ഷൂട്ടൗട്ട് ഫസ്റ്റ്, കുടന്തല്ലൽ ഫസ്റ്റ്. വിൽസൺ കിഴക്കേടത്ത് മെഴുകുതിരി കത്തിക്കൽ സെക്കൻഡ്. എയ്ഡൻ റാഫേൽ കോട്ടയ്ക്കൽ പുഞ്ചിരി മത്സരം ഫസ്റ്റ്, ആക്ഷൻ സോങ് സെക്കൻഡ്. എയ്ഡൻ ബിനോയ് കോട്ടയ്ക്കൽ ഭക്തിഗാനം ഫസ്റ്റ്, ചെറുകഥ ഫസ്റ്റ്. എഡ്രിയൽ ബിനോയ്. താങ്ക് യു ലില്ലി ചേച്ചി. ഇനി സമ്മാനദാനം നിർവഹിക്കുന്നതിനായി നമ്മുടെ കൈക്കാരൻ റിൻസൻ പാറേക്കാട്ടിലിനെ ക്ഷണിക്കുന്നു. ജിനി നെൽസൺ അറക്കൽ പ്രസംഗം സെക്കൻഡ്, ബൈബിൾ റീഡിംഗ് ഫസ്റ്റ്, പെനാൽറ്റി ഷൂട്ടൗട്ട് സെക്കൻഡ്. നെൽസൺ ആന്റണി അറക്കൽ പെനാൽറ്റി ഷൂട്ടൗട്ട് സെക്കൻഡ്, മെഴുകുതിരി കത്തിക്കൽ സെക്കൻഡ്. റാഫേൽ ലിജോ അന്തിക്കാട്ട് ഓട്ടം ഫസ്റ്റ്, ചെറുകഥ സെക്കൻഡ്. റാഫേൽ ഏഞ്ചൽ ലിജോ അന്തിക്കാട്ട് സ്പോഞ്ച് കൊണ്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ഫസ്റ്റ്, ലെമൺ ആൻഡ് സ്പൂൺ റൈസ് സെക്കൻഡ്, ബൈബിൾ റീഡിംഗ് ഫസ്റ്റ്. നീന ബിനോയ് കോട്ടയ്ക്കൽ മെഴുകുതിരി കത്തിക്കൽ ഫസ്റ്റ്, ഭക്തിഗാനം ഫസ്റ്റ്. ശോശമ വർഗീസ് കോട്ടയ്ക്കൽ കസേരകളിൽ ഫസ്റ്റ്, സ്പോഞ്ച് കൊണ്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ഫസ്റ്റ്. നമ്മുടെ വാർഷികാഘോഷത്തിനായി കടന്നു വന്ന നമ്മുടെ അസിസ്റ്റന്റ് വികാരി ജെൻസ് പാലച്ചോട്ടിലച്ചലിനെ ഏറ്റവും സ്നേഹത്തോടെ സെന്റ് ജോസഫ് യൂണിറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോഫ്ലിൻ മേരി നെൽസൺ അറക്കൽ സ്പോഞ്ച് കൊണ്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ഫസ്റ്റ്, കുളങ്കര ഫസ്റ്റ്, ബോൾ ത്രോ ഫസ്റ്റ്. ക്രിസ്ലിൻ മേരി നെൽസൺ ലെമൺ ആൻഡ് സ്പൂൺ റൈസ്
ഫസ്റ്റ്, ബൈബിൾ റീഡിംഗ് സെക്കൻഡ്. താങ്ക് യു റിൻസൻ ചേട്ടാ. ഇനി സമ്മാനദാനം നിർവഹിക്കുന്നതിനായി നമ്മുടെ കൈക്കാരൻ ഷാൻഡു പടയാട്ടിലിനെ ക്ഷണിക്കുന്നു. പോൾസൺ ഷാജു ചെറുമടത്തിൽ. സ്പോഞ്ച് കൊണ്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ഫസ്റ്റ്, കുളങ്കര ഫസ്റ്റ്, ബോൾ ത്രോ ഫസ്റ്റ്. സീന ഷാജു ചെറുമടത്തിൽ. സ്പോഞ്ച് കൊണ്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ഫസ്റ്റ്, ബോംബിംഗ് ദ സിറ്റി ഫസ്റ്റ്. ഐവിൻ നിബിൻ പുളിക്കൽ, കുളങ്കര സെക്കൻഡ്. റൈബൽ മനോജ് മഞ്ഞളി. പ്രസംഗം സെക്കൻഡ്, സ്പോഞ്ച് കൊണ്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ സെക്കൻഡ്, ചെറുകഥ സെക്കൻഡ്. മെയ്ബൽ മനോജ് മഞ്ഞളി. സ്പോഞ്ച് കൊണ്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ സെക്കൻഡ്, ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കൽ ഫസ്റ്റ്, ഭക്തിഗാനം ഫസ്റ്റ്, പ്രസംഗം ഫസ്റ്റ്, ബൈബിൾ റീഡിംഗ് ഫസ്റ്റ്, ബൈബിൾ ക്യൂസ് സെക്കൻഡ്. റൈജി മനോജ് മഞ്ഞളി. പ്രസംഗം ഫസ്റ്റ്, ബൈബിൾ സ്റ്റാർ സെക്കൻഡ്, ബൈബിൾ ക്യൂസ് ഫസ്റ്റ്. മനോജ് ഉർമീസ് മഞ്ഞളി. സ്പോഞ്ച് കൊണ്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ഫസ്റ്റ്. ബിൻസി മനോജ് മഞ്ഞളി. സ്പോഞ്ച് കൊണ്ട് വെള്ളം നിറയ്ക്കൽ സെക്കൻഡ്. ജോജോ എഡി. മെഴുകുതിരി കത്തിക്കൽ ഫസ്റ്റ്, സ്പോഞ്ച് കൊണ്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ സെക്കൻഡ്, ഭക്തിഗാനം സെക്കൻഡ്. ജുവൽ റോസ് അറയ്ക്കൽ. സ്പോഞ്ച് കൊണ്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ഫസ്റ്റ്. ആൻഡ്രീന മാർട്ടിൻ. താങ്ക് യു ഷാൻഡു ചേട്ടാ. ഇനി സമ്മാനദാനം നിർവഹിക്കുന്നതിനായി സെൻട്രൽ കമ്മിറ്റിയുടെ ഓർഗനൈസർ സജാദ് വർഗീസിനെ ക്ഷണിക്കുന്നു. ആൻഡ്രീന മാർട്ടിൻ. ബലൂൺ വീർപ്പിക്കൽ സെക്കൻഡ്, ഭക്തിഗാനം സെക്കൻഡ്. മരിയ മാർട്ടിൻ കിഴക്കേടത്ത്. കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ സെക്കൻഡ്, സൂചിയിൽ നൂൽ കോർക്കൽ ഫസ്റ്റ്, പ്രസംഗം ഫസ്റ്റ്, ബൈബിൾ റീഡിംഗ് ഫസ്റ്റ്. എബിയ മാർട്ടിൻ കിഴക്കേടത്ത്. പ്രസംഗം സെക്കൻഡ്, ലെമൺ ആൻഡ് സ്പൂൺ റൈസ് സെക്കൻഡ്. സിജി മാർട്ടിൻ. പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഫസ്റ്റ്. സാൻഡ്രിയ ജോൺസൺ അറയ്ക്കൽ. ബൈബിൾ റീഡിംഗ് സെക്കൻഡ്, ഭക്തിഗാനം ഫസ്റ്റ്, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ സെക്കൻഡ്. ജയ്ത ആന്റണി പൈനാടത്ത്. കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ഫസ്റ്റ്, സൂചിയിൽ നൂൽ കോർക്കൽ സെക്കൻഡ്. ആന്റണി പൈനാടത്ത്. കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ഫസ്റ്റ്. ആന്റണി പൈനാടത്ത്. ജെയ്സി ആന്റണി. ബൈബിൾ റീഡിംഗ് സെക്കൻഡ്. താങ്ക് യു സജാദേട്ടാ. ഇനി സമ്മാനദാനം നിർവഹിക്കുന്നതിനായി നമ്മുടെ ഏറ്റവും സ്നേഹമുള്ള കൊച്ചച്ഛൻ ജെൻസ് പാലച്ചുവട്ടിൽ അച്ഛനെ ക്ഷണിക്കുന്നു. റെജി ജോസഫ് കോളാട്ടുകുടി. ബൈബിൾ റീഡിംഗ് സെക്കൻഡ്, മെഴുകുതിരി കത്തിക്കൽ സെക്കൻഡ്. ആൻഡ്രീസ ജോസഫ് കോളാട്ടുകുടി. കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ സെക്കൻഡ്, പെനാൽറ്റി ഷൂട്ട് ഔട്ട് സെക്കൻഡ്, ലെമൺ ആൻഡ് സ്പൂൺ റൈസ് ഫസ്റ്റ്, ബൈബിൾ റീഡിംഗ് സെക്കൻഡ്, ഭക്തിഗാനം സെക്കൻഡ്. സേവ്യർ മഞ്ഞളി. പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഫസ്റ്റ്, മെഴുകുതിരി കത്തിക്കൽ ഫസ്റ്റ്. സേവ്യർ മഞ്ഞളി. സിനി സേവ്യർ മഞ്ഞളി. ബൈബിൾ സ്റ്റാർ ഫസ്റ്റ്. നിഖിൽ വർഗീസ് ചെറുമടത്തിൽ.
കുടന്തല്ലൽ ഫസ്റ്റ്, പെനാൽറ്റി ഷൂട്ടൗട്ട് സെക്കൻഡ്, ബോംബിംഗ് ദ സിറ്റി സെക്കൻഡ്, ഭക്തിഗാനം ഫസ്റ്റ്. എടശ്ശേരി പൗലോസ്, പെനാൽറ്റി ഷൂട്ടൗട്ട് സെക്കൻഡ്. എടശ്ശേരി പൗലോസ്. ലീലാമ്മ തോമസ്, കസേരകളി സെക്കൻഡ്, മെഴുകുതിരി കത്തിക്കൽ സെക്കൻഡ്, ഭക്തിഗാനം സെക്കൻഡ്, പ്രസംഗം സെക്കൻഡ്, ബൈബിൾ റീഡിംഗ് സെക്കൻഡ്. ദീപ ജോയ് അറക്കൽ, ബൈബിൾ റീഡിംഗ് ഫസ്റ്റ്, ഭക്തിഗാനം ഫസ്റ്റ്. അൽഫോൺസ സണ്ണി, പ്രസംഗം ഫസ്റ്റ്. ജാൻസി പൗലോസ്, ഇടശ്ശേരി, മെഴുകുതിരി കത്തിക്കൽ ഫസ്റ്റ്, സ്പോഞ്ച് കൊണ്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ സെക്കൻഡ്. അനോൺ മാർട്ടിൻ അറയ്ക്കൽ, ഭക്തിഗാനം സെക്കൻഡ്. ആദിൽ ആൻഡോ ബിനീഷ്, ബോൾ ത്രോ സെക്കൻഡ്. ബിനീഷ് ആന്റണി, പെനാൽറ്റി ഷൂട്ടൗട്ട് ഫസ്റ്റ്. താങ്ക് യു ജൻസച്ച. ഇനി നമ്മുടെ സമ്മാനം നിർവഹിക്കുന്നതിനായി നമ്മുടെ വൈസ് ചെയർമാൻ ബാസ്റ്റിൻ പാറയ്ക്കലിനെ ക്ഷണിക്കുന്നു. അടുത്തത് നമ്മുടെ യൂണിറ്റിലെ ഫുൾ അറ്റൻഡൻസ് ആണ്. അന്തിക്കാട്ട് ലിജോ ജോർജ്, ചെറുമടത്ത് റപ്പായി മാർട്ടിൻ, മഞ്ഞളി സേവ്യർ, മടത്തുംകുടി ഫിലോമിന ബേബി, മള്ളേത്ത് തോമസ്, ചെറുമടത്തിൽ വർഗീസ്, ചെറുമടത്തിൽ ആനി ലോനപ്പൻ, ഇടശ്ശേരി പൗലോസ്, മഞ്ഞളി മനോജ് ഉർമീസ്, റോസ്ലിൻചി, അറയ്ക്കൽ അന്തോണി, കിഴക്കേടത്ത് അന്തോണി മാർട്ടിൻ, അറക്കൽ ചാക്കപ്പൻ മാർട്ടിൻ. താങ്ക് യു ബാസ്റ്റർ ചേട്ടാ. വാർഷികാഘോഷ പരിപാടികൾ ഭംഗിയാക്കുന്നതിനായി തുടക്കം മുതൽ നന്ദി മാർട്ടിൻ ചേട്ടാ. വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, വൈകിയ വേളയിൽ ഒറ്റ വാക്കിൽ ആശംസ അവസാനിപ്പിക്കുന്നു. ഈ യൂണിറ്റ് സൂപ്പറാണ്. ഇനിയും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. നന്ദി, നമസ്കാരം. 150 പേര് തരാം. 150 രൂപ, 150 രൂപ, 150 രൂപ ലഭിക്കേ. അടുത്തത് നോക്കൂല.
ആ മനോജിൻ്റെ മോൻ 151 രൂപ. 151 രൂപ. 151 രൂപ. 200 രൂപ. ആളെ ഞങ്ങട്ടല്ല. 200 രൂപ. ആ ഷിബു 200 രൂപ.